ഹായ് ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വേറെ ഒന്നുമല്ല, കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് തോന്നി. ലൈവിൽ ഞാൻ അതായത് നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞത് ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നൊരു റെസിപ്പി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഉപ്പിലിട്ട മാങ്ങയാണ് ഗൈസ്, ഉപ്പിലിട്ട മാങ്ങയാണ്. അപ്പോൾ നല്ലോണം ഉപ്പെന്ന് പറഞ്ഞാൽ നല്ലോണം വായിൽ വെക്കാൻ പറ്റണില്ല, അതുപോലെ ഉപ്പുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്താ പറയുക, ഇച്ചിരി ഉപ്പുമാങ്ങ ആയാലും എന്താ പറയുക നമുക്കൊന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഉപ്പിലിട്ട മാങ്ങ എടുത്തു, പിന്നെ 2 മാങ്ങ നല്ല മാങ്ങ ഫ്രഷ് ആയത് പൊട്ടിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ എന്നിട്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ അച്ചാറുണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കടുക്, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക്, ആവശ്യത്തിന് വെള്ളം വേണ്ടവർക്ക് വെള്ളം, അല്ലെങ്കിൽ ചൊറക്കയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കണത്. ചൊറക്ക, ഇതാണ് കേട്ടോ വിനാഗിരി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അച്ചാറിന് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്താ പറയുക, അച്ചാറിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉപ്പിലിട്ട മാങ്ങയുണ്ട്, അല്ലാത്ത മാങ്ങ 2 ഉണ്ടല്ലോ, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതാ ചീഞ്ചട്ടി അടുപ്പിലിട്ടിട്ടുണ്ടെന്ന് എന്താ ഞാൻ പറയണ കർത്താവേ, ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെയൊക്കെയാണോ അച്ചാറുണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതാ ചൂടാക്കിയിട്ടുണ്ട് നമ്മുടെ ചീഞ്ചട്ടി ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നല്ലവളായ നല്ലെണ്ണയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കടുക് കുട്ടന്മാരങ്ങോട്ട് പൊട്ടിക്കണം എന്ന് പറയണ മാതിരി തന്നെ അതിന് കടുക് കുട്ടന്മാരങ്ങോട്ട് പൊട്ടിക്കുക, വേപ്പിലിടുക. നമ്മൾ പതുക്കെ തീ കുറച്ച് വേണം കേട്ടോ, ഇതിൽ വേണം കേട്ടോ, തീ കുറച്ച് വേണം നമ്മൾ ഇടാനായിട്ട്. കടുക് കുട്ടന്മാരൊക്കെ പൊട്ടി തിമിർത്തി ആടി കളിച്ചിന് വേപ്പില ഇട്ടു. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇട്ടു, നല്ലോണം ആവശ്യത്തിന് വെളുത്തുള്ളി ഇട്ടു കേട്ടോ. അപ്പം ഞാൻ ആവശ്യത്തിന് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ മെയിനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 പച്ചമുളക് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്തോരം വേണം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഈ അളവുകൾ കുറച്ചൊക്കെ ചെയ്യാത്ത. അപ്പോൾ അതും പിന്നെ ബാക്കി ഉണ്ടായ കുറച്ച് വേപ്പിലും കൂടി ഇട്ടു. അപ്പോൾ ഈ വേപ്പിൽ ഇച്ചിരി കൂടി വേണമെന്ന് തോന്നി. എന്നിട്ട് നല്ലോണം മിക്സ് വെൽ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടേ ഇല്ല. ഉപ്പ് ഈ വീഡിയോയിൽ ഞാൻ ചേർക്കണില്ല, കാരണം ഉപ്പിലിട്ട മാങ്ങ ഉള്ളത് കൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത്. പിന്നെ നമ്മൾ ഇഞ്ചിക്കുട്ടന്മാർ ചതിച്ചങ്ങോട്ട് പഞ്ഞിക്കിട്ടൊരു ചതിച്ചങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അവനങ്ങോട്ട് കിടന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പം മൂത്ത് വരണ വരെ നമുക്ക് എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ നമ്മൾ പൊടിച്ച് നമ്മുടെ കായം പൊടി ചേർക്കണം. നന്നായിട്ട് അങ്ങോട്ട് വിതറിടാം. കായംപൊടി ചേർത്തു. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ സാദാ മുളക് പൊടി ഇടാട്ട. പിന്നെ ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഉപ്പിലിട്ട മാങ്ങയാണ് ഇട്ട. അപ്പം കഴിഞ്ഞ കൊല്ലം ഉപ്പിലിട്ട മാങ്ങയാണ് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ ഈ കളർ. നന്നായിട്ട് ഇളക്കുക. നല്ല ഉപ്പെന്ന് പറഞ്ഞാൽ നല്ല ഉപ്പ്, അതുകൊണ്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യണില്ല. വീഡിയോയിൽ പ്രത്യേകം ഞാൻ പറയുന്നു, ഉപ്പ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പച്ച മാങ്ങ ഇടാനായിട്ട്. ഉപ്പൊന്നും ഇടാത്ത നാച്ചുറലായിട്ട് നമ്മൾ പറിച്ച് അപ്പോൾ തന്നെ അരിഞ്ഞ് വെച്ച് നമ്മുടെ പച്ച മാങ്ങ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് മറ്റേ മാങ്ങയിൽ ഉപ്പുള്ളത് കൊണ്ടാണ്, ഉപ്പിലിട്ട മാങ്ങയിൽ ഉപ്പ് അധികം ഉള്ളത് കൊണ്ടാണ് ഞാൻ 2 മാങ്ങ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ തിള വരുമ്പോൾ എടുക്കണം കേട്ടോ, കുഴയാൻ പാടില്ല. അപ്പോൾ ഒന്നാമത് തന്നെ ഉപ്പിലിട്ട മാങ്ങ പെട്ടെന്ന് കുഴയും, കാരണം ഒരു കൊല്ലത്തിയ മാങ്ങ ആയതുകൊണ്ട് കുഴയാൻ സാധ്യതയുണ്ട്. ഇവിടെ കുഴഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ തൊണ്ടോട് കൂടിയിട്ടാണ് മാങ്ങ അച്ചാർ ഉണ്ടാക്കണത്. ഓക്കെ, ചിലർ തൊണ്ടിടാത്തതുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് തീയൊക്കെ ഓഫാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, വിനാഗിരി അഥവാ ചൊറക്ക ഒഴിച്ചു. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ. ഹായ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ, ടാറ്റാ.